ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസതോമ സദ്ഗമ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ ഒരു ഗ്യാപ്പ് കാണും. നമ്മൾ വേറെ കുറേ നമ്മുടെ ഗീതാ ചക്രവ്യൂഹം ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അപ്പോൾ വളരെ വാശിയേറിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സ്കൂളുകൾ പങ്കെടുത്തു. ഏറ്റവും കൂടുതൽ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച സ്കൂളിന് വേണ്ടി വാശിയേറിയ പോരാട്ടം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫൈനലി അറിയാൻ പറ്റും ഏത് സ്കൂളാണ് ഇപ്രാവശ്യം നമ്മൾ പുതിയതായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന 1 ലക്ഷം രൂപ നേടിയെടുക്കുന്ന ഏത് സ്കൂളാണ് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഫസ്റ്റ് പ്രൈസ് ഗീതാ ചക്രവ്യൂഹം ചാമ്പ്യന് വേണ്ടി കാത്തിരിക്കുന്ന അതിസുന്ദരമായിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് ഇതാരുടെ കയ്യിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആ വ്യക്തിക്കായിരിക്കും 1 lakh rupees കിട്ടുന്നത്. എബവ് 18 ഏജിലെ ആ കാറ്റഗറിയിലുള്ള കോമ്പറ്റീഷനിൽ. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം ആദ്യത്തെ റൗണ്ടിൻ്റെ 5 പരീക്ഷകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ 5ാമത്തെ പരീക്ഷ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞു. ഇനി 5ാമത്തെ പരീക്ഷയുടെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് മറ്റന്നാളായിരിക്കും. മറ്റന്നാൾ വരെ സമയമുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഈ 5 പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ 50% മേൽ സ്കോർ ചെയ്തവരെ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കയറ്റുന്നതായിരിക്കും. പിന്നെ 50% താഴെ മാർക്ക് കിട്ടിയ ഭക്തർ വിഷമിക്കേണ്ട, അവർക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടുകയാണ്. അവർക്കായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഗ്രൂപ്പ് അഡ്മിൻസിനെ അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ചാൻസും കൂടെ കിട്ടുന്നതായിരിക്കും സ്കോർ ഇനിയും കൂട്ടാനായിട്ട്. പക്ഷെ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ 50% താഴെ സ്കോർ ചെയ്തത്. നമുക്ക് വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും വളരെ അത്ഭുതകരമായിട്ട് വളരെ വാശിയേറിയ പോരാട്ടത്തിൽ ഏകദേശം 100 പേടിച്ചൊക്കെ ഒരുപാട് പേരുണ്ട്. ഇപ്രാവശ്യത്തെ കോമ്പറ്റീഷൻ വളരെ ടഫായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും വളരെ ടഫായിരിക്കും. ഇനി സെക്കൻഡ് റൗണ്ടിലെ ഈ 3 കാറ്റഗറീസിലുള്ള കോമ്പറ്റീഷൻ ഇനി 15-ാം തീയതി കഴിയുമ്പോൾ തുടങ്ങുന്നതായിരിക്കും. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഗോലോകൻ TV കണ്ടു കാണുമല്ലോ ഗീതാമൃതം എന്ന് പറയുന്ന വീഡിയോസ്. അപ്പോൾ അത് ഇപ്പം 10 വീഡിയോസ് അപ്ലോഡായി. ഇനി 11, 12, 13, 14, 15, 16, 17, 18 അങ്ങനെ ടോട്ടൽ 18 വീഡിയോസ് ഉണ്ട്. അത് അധികം ലോങ് ഡ്യൂറേഷൻ ഇല്ല, ഒരു 5-6 അങ്ങനെ മിനിറ്റ്സ് ദൈർഘ്യമുള്ള വീഡിയോസാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്ത് അതിലെ പ്രധാന ശ്ലോകത്തിനെ ബേസ് ചെയ്ത് ഒരു ചെറിയൊരു ടോക്ക് അത് അതിനകത്തുണ്ട്. അപ്പോൾ ഈ 18 വീഡിയോസും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ചില കുട്ടികളുടെ പരീക്ഷയൊക്കെ ആണെന്ന് അറിയാം, പക്ഷേ ഇത് അധികം സമയം എടുക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ നന്നായിട്ട് പഠിക്കുക, കേട്ട് മനസ്സിലാക്കുക. ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഇനി ഒറ്റ പരീക്ഷയുള്ളൂ, 5 പരീക്ഷയൊന്നുമില്ല. ഈ 18 വീഡിയോസിനെ ബേസ് ചെയ്ത് ഒരു പരീക്ഷ വരും. അത് വരുന്നത് ഫെബ്രുവരി 1-ാം തീയതി ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം ഗീതാമൃതം വീഡിയോസ് നമ്മുടെ ഗോലോകൻ TV അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റന്നാൾ കഴിയുമ്പോൾ ഈ 5ാമത്തെ പരീക്ഷ, ഫസ്റ്റ് റൗണ്ടിൻ്റെ 5ാമത്തെ പരീക്ഷ, കാരണം ഫസ്റ്റ് റൗണ്ടിൽ 5 പരീക്ഷയായിരുന്നല്ലോ. ഫസ്റ്റ് പരീക്ഷ കഴിഞ്ഞു, സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് കഴിഞ്ഞു, ഫോർത്ത് കഴിഞ്ഞു, ഫിഫ്ത്ത് കഴിഞ്ഞു. ഇനി 5ാമത്തെ പരീക്ഷയുടെ റിസൾട്ട് നമുക്ക് അറിയാൻ കഴിയും മറ്റന്നാൾ. അത് അറിഞ്ഞു കഴിഞ്ഞാൽ 50% മേൽ സ്കോർ ചെയ്ത എല്ലാ കുട്ടികളെയും പുതിയൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും 3 കാറ്റഗറി കാണും. അതായത് 5 വയസ്സ് മുതൽ 10 വയസ്സുള്ള ഒരു കുട്ടികൾക്കായിട്ടൊരു കാറ്റഗറി, പിന്നെ 11 മുതൽ 17, പിന്നെ എബവ് 18 അങ്ങനെ 3 ഗ്രൂപ്പ്സ് കാണും. അപ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിന് 50% മേൽ സ്കോർ ചെയ്തവരെ ആയിരിക്കും ഈ ഒരു സെക്കൻഡ് റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതിൽ ഇനി സെക്കൻഡ് റൗണ്ട് പരീക്ഷ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഗീതാമൃതം വീഡിയോസ്. ഗീതാമൃതം 18 വീഡിയോസ് ഉണ്ട്. ആ 18 വീഡിയോസിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് സമയം 5 മുതൽ ഇപ്പോഴേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജനുവരി 31 വരെ സമയമുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ 18 വീഡിയോസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ എബവ് 18 കാറ്റഗറിയിൽ 50 ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പോൾ ആ ഒരു പരീക്ഷയിൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സെക്കൻഡ് കാറ്റഗറിയിൽ, അതായത് 11 to 17 ആ കാറ്റഗറിയിൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
ഇനി കൊച്ചു കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിട്ട് 25 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ഈ 18 വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫെബ്രുവരി 1 തീയതി നിങ്ങളുടെ ഗ്രൂപ്പിൽ ലിങ്ക് വരുന്നതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൽ നിന്നും അത് അടുത്ത് ശ്രദ്ധിക്കുക, സെക്കൻഡ് റൗണ്ട് ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഈ 18 വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള, അതും വളരെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും ഓൾറെഡി. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ, ഈ സെക്കൻഡ് റൗണ്ട് പരീക്ഷയിൽ സ്കോറിനനുസരിച്ച്, എന്തിൻ്റെ സ്കോറ്, ആ പരീക്ഷയിലും ഈ 5 പരീക്ഷയുടെ സ്കോറും ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ടോപ്പ് 10 പേരെ ആയിരിക്കും, 5 പേര് അല്ലേ, 5 പേരെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 5 പരീക്ഷയുടെ സ്കോറും ഇനി ഈ 18 വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു MCQ, ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ സ്കോർ എടുത്തിട്ട് അതിൽ നിന്നും ടോപ്പ് 5 ആൾക്കാരെയും ഓരോരോ കാറ്റഗറിയിൽ നിന്നും എടുക്കുന്നതായിരിക്കും. 18 വയസ്സിന് മേൽ പ്രായമുള്ള ആ ഒരു കാറ്റഗറി, 11 മുതൽ 17 വയസ്സ്, പിന്നെ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ. അപ്പോൾ ഈ 3 കാറ്റഗറിയിൽ നിന്നും ടോട്ടൽ സ്കോറ്, അതിൽ ടോപ്പ് 5 ആൾക്കാരെ എടുക്കുന്നതായിരിക്കും. എന്നിട്ട് ഇവരോട് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, തേർഡ് റൗണ്ടിലേക്ക് ഇവർ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രിപ്പറേഷനും ഇപ്പോഴേ ആരംഭിക്കാം. നിങ്ങൾ 2 മിനിറ്റ് ദൈർഘ്യമുള്ള, മാക്സിമം 2 മിനിറ്റ്സ്, മിനിമം 2 മിനിറ്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ 2 മിനിറ്റ്സ് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ 2 മിനിറ്റ്സ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, 2 മിനിറ്റ്സിൻ്റെ അടുത്തെത്തിയാലും കുഴപ്പമില്ല, ഒരു ഏകദേശം ഒരു 2 മിനിറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 2 മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ എടുത്തിട്ട് അയക്കേണ്ടതാണ്. ഇതെപ്പോഴാണ് അയക്കേണ്ടത്, ഫെബ്രുവരി 1 പരീക്ഷ കഴിഞ്ഞിട്ട്. ഫെബ്രുവരി 1 പരീക്ഷ ഒരു ഫെബ്രുവരിനുള്ളിൽ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് സ്കോറെന്ന്. അപ്പോൾ നമ്മൾ ഇത്രയും പരീക്ഷകളിൽ നിന്നും ഈ 5 പരീക്ഷ ഫസ്റ്റ് റൗണ്ടിൻ്റെ പ്ലസ് ഈ 18 വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് റൗണ്ടിൻ്റെ പരീക്ഷ എടുത്തിട്ട് അതിൽ നിന്നും ടോപ്പ് പാർട്ടിസിപ്പൻസിനെ ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുക. 5 പേരെ. അങ്ങനെ ഇനി അവർ അയക്കേണ്ട വീഡിയോ എപ്പോഴായിരിക്കും അയക്കേണ്ടത്, അവർ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ 3 പേർക്കും വേണ്ടി വീണ്ടും നമ്മളൊരു പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു തേർഡ് റൗണ്ടിന് വേണ്ടി. എന്നിട്ട് ആ റൗണ്ടിൽ ആ 5 പാർട്ടിസിപ്പൻസ് ഉണ്ടല്ലോ, അവരുടേതായിട്ടുള്ള വീഡിയോ അയച്ചു തരേണ്ടതാണ്. എന്നിട്ട് ഇനി അടുത്ത രസകരമായിട്ടുള്ള കോൺടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ 5 വീഡിയോസും, ഈ ഓരോ കാറ്റഗറിയിലുള്ള 5 വീഡിയോസ്, അങ്ങനെ 15 വീഡിയോസ് ഉണ്ടല്ലോ, ഈ 15 വീഡിയോസും നമ്മൾ നമ്മുടെ ഗോലോകം TV യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മുടെ ജഡ്ജിങ് പാനലായിരിക്കും തിരഞ്ഞെടുക്കുന്ന വിന്നേഴ്സിനെ. പക്ഷേ ഓരോ വീഡിയോസിനും എത്ര വ്യൂസ് കിട്ടുന്നു, എത്ര ലൈക്സ് കിട്ടുന്നു, കമൻറ്റ്സ് കിട്ടുന്നു, അതും നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 50% ജഡ്ജിങ് പാനലായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്, 50% വ്യൂവേഴ്സിൻ്റെ ആയിരിക്കും. ഗോലോകം TV സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാം. അങ്ങനെ ആ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ്, ലൈക്സ്, അതിന് 50% മാർക്സ് ആയിരിക്കും. എന്നിട്ട് അത് കൂടാതെ ജഡ്ജിങ് പാനലും. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഗീതാ ചക്രവ്യൂഹം 2025-2026 വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടിൻ്റെ 4 പരീക്ഷ കഴിഞ്ഞു, 5ാമത്തെ പരീക്ഷ ഇപ്പോൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. മറ്റന്നാൾ ആകുമ്പോഴത്തേക്ക് 5ാമത്തെ പരീക്ഷയും കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ 5 പരീക്ഷയുടെ അടിസ്ഥാനത്തിലും സ്കോർ നോക്കുന്നതായിരിക്കും. അതിൽ എബവ് 50% ഓരോ പരീക്ഷയിലും ലഭിച്ച പാർട്ടിസിപ്പൻസിനെ അടുത്ത റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അവർക്കായിട്ട് പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇനി ആ ഗ്രൂപ്പിൽ അവർ ചെയ്യേണ്ടത് എന്താണ്, അവർ ഈ ഗീതാമൃതം വീഡിയോ, അത് യൂട്യൂബ് ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മൊത്തത്തിൽ ഒരു പ്ലേലിസ്റ്റ് ആക്കി ലിങ്ക് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 18 വീഡിയോസും സമാധാനമായിട്ട് പഠിക്കാം. അതിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ നോട്ട് ചെയ്യാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റ പരീക്ഷ അത് വരുന്നത് ഫെബ്രുവരി 1 അത് എബവ് 18 ഗ്രൂപ്പിന് 50 ക്വസ്റ്റ്യൻസ് കാണും.
11 to 17 50 questions and 5 to 10 25 questions. വളരെ സിമ്പിളാണ്, പക്ഷേ ടഫും ആയിരിക്കും. അപ്പോൾ ഈ ഒരു MCQവിൽ എത്ര സ്കോർ കിട്ടി പ്ലസ് ഈ 5 MCQവിലും എത്ര സ്കോർ കിട്ടി, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 5 വിന്നേഴ്സിനെയും തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഇനി ഈ ടോപ്പ് 5 വിന്നേഴ്സ് അവരെ അറിയിക്കുന്നതായിരിക്കും. അവർക്ക് വേണ്ടി പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതെന്നായിരിക്കും? ഫെബ്രുവരി 3 അല്ലെങ്കിൽ 4 ആ ഒരു ഡേറ്റിൻ്റെ ആ ഒരു ദിവസമായിരിക്കും. ഈ ഫെബ്രുവരി 3 നമുക്ക് സെക്കൻഡ് റൗണ്ടിൻ്റെ ആ പരീക്ഷയുടെ സ്കോർ അറിയാൻ പറ്റുമല്ലോ, അത് കഴിഞ്ഞ്. പിന്നെ ഫെബ്രുവരി 3 ടു ഫെബ്രുവരി 15 വരെയല്ലേ ടൈം അല്ലേ? അപ്പോൾ ഫെബ്രുവരി 3 to 15 നിങ്ങൾ നിങ്ങളുടെ ഒരു വീഡിയോ 2 minutes ദൈർഘ്യമുള്ള ഒരു വീഡിയോ നമുക്ക് അയച്ചു തരേണ്ടതായിരിക്കണം. അത് ഇടയ്ക്ക് ഇങ്ങനെ കട്ടിങ്ങോ എഡിറ്റിങ്ങോ ഒന്നും പാടില്ല, കണ്ടിന്യൂസ് വീഡിയോ ആയിരിക്കണം. അതിൽ ഇടയ്ക്ക് ഇങ്ങനെ പോസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ സംസാരിക്കുന്നു, അങ്ങനെ ശരിയല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 minutes ടോക്ക്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഈ ഗീതാ ചക്രവ്യൂഹം ബുക്കും പിന്നെ ഈ 18 വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് ഭഗവത്ഗീതയെക്കുറിച്ച് മനസ്സിലായ കാര്യം അത് നിങ്ങൾ 2 മിനിറ്റിനുള്ളിൽ സംസാരിക്കേണ്ടതാണ്. 2 മിനിറ്റിൽ നിന്ന് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇനി 2 മിനിറ്റ് അതൊരു 3 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. നിങ്ങൾ കണ്ടിന്യൂസ്ലി സംസാരിക്കണം എന്നതാണ്. അതിൽ എഡിറ്റിംഗ് പാടില്ല. അങ്ങനെ 15 നമുക്ക് ആ വീഡിയോ കിട്ടണം. ഇനി 15 to 20 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മളത് ഗോലോകൻ TV അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 22 മുതൽ 31 ഡേറ്റിൻ്റെ ഉള്ളിൽ അല്ലേ? കറക്റ്റ് അല്ലേ ഡേറ്റ്സ്? 28 അല്ലേ? 22 മുതൽ 28 വരെയുള്ള ഡേറ്റ്സ്. ഇതിൻ്റെ ഇടയിൽ ഓരോ വീഡിയോസിനും ഈ 5 വീഡിയോസിൽ എത്ര വ്യൂസ് കിട്ടി, എത്ര ലൈക്സ് കിട്ടി, അതിന് 50% മാർക്സ് ആയിരിക്കും. അന്നേരം ഇവിടെ നമ്മൾ ജനങ്ങൾക്കും ഒരു അവസരം നൽകുകയാണ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ അവർക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നിയ ഒരു ടോക്ക് ആരുടെയായിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും. അവർ വ്യൂസ് അതിൽ കാണും, അതിൽ കമൻസും കാണും. അതിന് മാർക്സ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ജഡ്ജിങ് പാനലും കൂടെ ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും ആരാണ് വിന്നേഴ്സ് എന്ന്. എന്നിട്ട് ഈ 5 പാർട്ടിസിപ്പൻസ് ഉണ്ടല്ലോ ഓരോ കാറ്റഗറിയിലും, അങ്ങനെ അവരെ നമ്മൾ ക്ഷണിക്കുകയാണ്. ഇപ്പോഴേ നിങ്ങളുടെ ഡേറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. മാർച്ച് 1 നിങ്ങൾ ഗുരുവായൂരിൽ വരേണ്ടതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ടോപ്പ് 5 വിന്നേഴ്സ് ഓരോ കാറ്റഗറിയിൽ ആരാണ് എന്ന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ട്രോഫീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നതായിരിക്കും, പിന്നെ ക്യാഷ് പ്രൈസ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും മാർച്ച് 1. അതുകൊണ്ട് മാർച്ച് 1 എന്തായാലും അന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുക. ആരൊക്കെയാണ് 5 പാർട്ടിസിപ്പൻസ് എന്ന് വെച്ചാൽ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ 50% എബവ് കിട്ടിയ ഫസ്റ്റ് റൗണ്ട് പരീക്ഷയിൽ 50% മേൽ സ്കോർ ചെയ്ത എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സ് കിട്ടുന്നതായിരിക്കും. ആ സർട്ടിഫിക്കറ്റും മേടിക്കാൻ നിങ്ങൾക്ക് 1-ാം തീയതി വരാം. ഇനി 1-ാം തീയതി ആ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നെ ആയിരിക്കും, എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാം. പക്ഷേ ടോപ്പ് 5 വിന്നേഴ്സ് ഓരോ കാറ്റഗറിയിൽ എന്തായാലും മാർച്ച് 1 വരേണ്ടതാണ്. ആ ഡേറ്റ് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇനി മറ്റന്നാളത്തെ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും, സെക്കൻഡ് റൗണ്ട് വേണ്ടി. ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കൂ, നന്നായിട്ട് മനസ്സിലാക്കൂ. ഇത് പിന്നെ ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രമല്ല, ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഭഗവത്ഗീത തത്വങ്ങളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുക എന്നതാണ്. ഇനി നമ്മൾ ആ ടോപ്പ് 5 വിന്നേഴ്സിൽ വന്നില്ലെങ്കിലും അത് ഒരിക്കലും വിഷമിക്കരുത്. കാരണം നമ്മൾ അതിൽ നിന്ന് ലഭിച്ച അറിവ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ 2 വർഷം ഗീതാ ചക്രവ്യൂഹം ഉണ്ടായിരുന്നു. ഓരോ സമയത്തും ആ ഫസ്റ്റ് എബവ് 18 കാറ്റഗറിയിലുള്ള ഫസ്റ്റ് വിന്നർ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും നമുക്കൊരു ഡിഫറെൻറ്റ് വിന്നറാണോ അല്ലയോ നമുക്ക് നോക്കാം. എല്ലാവരുടെയും ഭാഗ്യവും പിന്നെ അവരുടെ ഹാർഡ് വർക്കിനും അനുസരിച്ചിരിക്കും. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. ഹരേ കൃഷ്ണ.